സ്ഥിരമായി ചില മരുന്ന് കഴിക്കുന്ന ആളുകൾ നോമ്പിന് എന്താണ് ചെയ്യേണ്ടത്? അവരുടെ മരുന്നിന്റെ ക്രമീകരണം ഇപ്പോൾ പകൽ സമയത്ത് ഉച്ചക്കൊക്കെ മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടാവാം. അപ്പോൾ അവരെങ്ങനെയാണ് അതിനെ ക്രമീകരിക്കേണ്ടത്? ഇതിൽ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ അവരുടെ ഡോക്ടറിനെ സമീപിച്ചിട്ട് സാധ്യമാവുന്ന മരുന്നുകൾ 2 നേരത്തേക്കാക്കി ക്രമീകരിക്കാം. രാവിലെ അത്താഴത്തിന് മുമ്പും അത്താഴത്തിൻ്റെ സമയത്തും അതേപോലെ തന്നെ വൈകുന്നേരം നോമ്പ് തുറന്നതിന് ശേഷവുമായി ക്രമീകരിച്ച് ഇത്തരം മരുന്നുകൾ ഇപ്പം 3 നേരം കഴിക്കേണ്ട മരുന്നുകളാണ് സാധാരണഗതിയിൽ രാവിലെ ഉച്ചയ്ക്ക് രാത്രി കഴിക്കേണ്ട മരുന്നുകൾ ഉള്ളപ്പോഴാണ് സാധാരണ ബുദ്ധിമുട്ടാവുന്നത്. ഇങ്ങനെ ക്രമീകരിക്കാം ഡോക്ടറെ സമീപിച്ചതിന് ശേഷം. ഇനി അങ്ങനെ പറ്റാത്ത ആളുകൾ നോമ്പ് തുറന്നതിന് ശേഷവും ഒരു 11-11:30 രാത്രി സമയത്തും പിന്നെ രാവിലെ സമയത്തുമായിട്ട് നിർബന്ധിത സാഹചര്യമുള്ളവർക്ക് അങ്ങനെ ക്രമീകരിക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു സംഗതിനെ കുറിച്ച് നോമ്പ് മുറിഞ്ഞു പോകുമോ അങ്ങനെയുള്ള സംശയം എല്ലാവർക്കും ഉണ്ട്. ഇത് ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുന്ന, നമുക്ക് ശരീരത്തിന് ന്യൂട്രീഷൻ ആവശ്യമായിട്ടുള്ള സംഗതികൾ ഇഞ്ചക്ഷനായിട്ട് എടുക്കാൻ പാടില്ല. പക്ഷേ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്നത് കൊണ്ട് നോമ്പ് നഷ്ടപ്പെടുമെന്ന് പണ്ഡിതർക്കൊന്നും അഭിപ്രായവുമില്ല. ഓക്കെ, മറ്റൊന്ന് ഈ സ്ഥിരമായി മാറാത്ത ടൈപ്പ് ഓഫ് ടെർമിനൽ ഇൽനെസ് ഉള്ള ആളുകൾ, അത്തരം രോഗമുള്ള ആളുകൾ, അത്തരത്തിൽ പല രോഗങ്ങളുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടുള്ള അത്തരം രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകളിൽ പ്രത്യേകം ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളോ പ്രത്യേകം ഒഴിവാക്കേണ്ട ശീലങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്ഥിരമായി രോഗമുള്ള ആളുകൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങളോ ശീലങ്ങളോ? നമ്മൾ ഇതിൽ നോമ്പ് എടുക്കാൻ പാടില്ലാത്ത കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആളുകളിൽ ഒന്നാണ് ഭയങ്കര സിവിയറായിട്ടുള്ള ഹാർട്ട് അസുഖങ്ങളുള്ള ആളുകൾക്ക്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ശരീരത്തിൽ ചെറിയ അളവിൽ തന്നെ ജലാംശത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ ഹൃദയത്തിൻ്റെ അസുഖം കൂടുകയും അത് മോശമായ കണ്ടീഷനിലേക്ക് പോവുകയും ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അത്തരക്കാർ നോമ്പ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. രണ്ടാമത്, സാധാരണ പ്രമേഹ രോഗമല്ല, അൺകൺട്രോൾഡ് ആയിട്ടുള്ള പ്രമേഹ രോഗമുള്ള ആളുകൾക്ക് നോമ്പ് എടുക്കുന്നത് പ്രയാസങ്ങൾ ഉണ്ടാക്കും. കാരണം ചെറുതായിട്ട് ഭക്ഷണം കുറഞ്ഞാൽ തന്നെ അവർക്ക് ഗ്ലൂക്കോസിൻ്റെ അളവ് അമിതമായി കുറഞ്ഞു പോവുകയും ജീവൻ അപകടത്തിലായി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ വൃക്ക രോഗമുള്ള ആളുകൾ, ഡയാലിസിസിന് വിധേയമാകുന്ന ആളുകൾ നോമ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ അളവിലെങ്കിലും ജലാംശം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ക്രിയാറ്റിൻ കൂടാനും അത് പിന്നീട് പ്രയാസങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും നോമ്പ് ഒഴിവാക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഒഴിവാക്കുന്നതാണ് വളരെ നല്ലത്. കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട്. പിന്നെ നല്ല ശക്തമായിട്ടുള്ള രക്തക്കുറവുള്ള ആളുകൾ, ഗുരുതരമായ രക്തക്കുറവുള്ള ആളുകളും നോമ്പ് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ അപസ്മാരത്തിന് അസുഖമുള്ള ആളുകളും അതേപോലെ തന്നെ സ്ഥിരമായി അപസ്മാരത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകളും നോമ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭക്ഷണത്തിൻ്റെ കുറവ് ചിലപ്പോൾ അവർക്ക് വീണ്ടും അപസ്മാര രോഗം വരാൻ സാധ്യത ഉണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ ക്ഷയരോഗത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകളും നോമ്പ് ഒഴിവാക്കുന്നത് ഒരു പരിധിവരെ നന്നായിരിക്കും. പിന്നെ ഗുരുതരമായ ക്യാൻസർ രോഗമുള്ളവരും അതിന് മരുന്ന് എടുക്കുന്ന ആളുകളും നോമ്പ് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ മാനസിക അസുഖങ്ങളുള്ള ആളുകളും നോമ്പ് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇത്തരം ആളുകൾ നോമ്പ് എടുത്തു കഴിയുമ്പം അത് വീണ്ടും അത്തരം പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് നോമ്പ് കാലത്തും അല്ലെങ്കിലും ഇത്തരക്കാർ ഒഴിവാക്കേണ്ട രോഗികൾ ഒഴിവാക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളിൽ വ്യത്യാസമൊന്നുമില്ല. ഷുഗറുള്ള ആളുകൾ അമിതമായ മധുരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതേപോലെ ഹാർട്ടിന് അസുഖമുള്ള ആളുകൾ കൊഴുപ്പ് കൂടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. അതെല്ലാം നോമ്പിനും അല്ലാത്ത സമയത്തും ഒരേപോലെ തന്നെ ഉള്ളതാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് ക്രമീകരിക്കുക എന്നുള്ളതാണ് നോമ്പിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം.